ഹായ്. അങ്ങനെ പുതിയൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. യുദ്ധമില്ല എന്ന് കാക്കച്ചി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. അതിനകത്ത് വേറെ അപ്പീലില്ല. യൂസുഫ് അലി കാക്കച്ചി വന്നിരുന്ന് പറയുന്നത് കേട്ടുകൊള്ളുക. യുദ്ധം ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ചുമ്മാ ആളുകളെ പറ്റിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ന്യൂസ് 18 ചാനലിൽ വന്നതാണ്. കാണിച്ചാൽ എനിക്ക് സ്ട്രൈക്ക് ഒരു ഇല്ലെന്ന് അറിയില്ല. എന്തായാലും ഞാനിത് ഇവിടെ ഷോ ചെയ്യാൻ കണ്ടോളൂ. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, അല്ലെങ്കിൽ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ, അവരൊക്കെ പാനിക്കാക്കാണ്ടിരിക്കുക. അങ്ങനെ ഒന്നും ഈ ഗൾഫിലില്ല. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ എന്നോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും പല മീഡിയ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, GCC രാജ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് അന്നം തരുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒന്നും സംഭവിക്കരുതേ എന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഏകനായ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിലേക്കാണ് പ്രാർത്ഥന നമ്മളുടെ കടമയാണ്. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി. പിന്നൊരു കാര്യം, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കേണ്ട കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും ബുദ്ധിയും സമ്പത്തുമുള്ള GCCയിലെ ഭരണാധികാരികളാണ്, ഗവൺമെൻറ്റാണ്. അത് അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും അവരത് നിർവഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും രാജാക്കന്മാരും ഷെയ്ഖുമാരും പ്രസിഡൻറ്റുമാരും എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ നാട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരു ബന്ധു ഗൾഫിലില്ലാണ്ടിരിക്കില്ല. അവരൊക്കെ വളരെയധികം വറീഡാണ്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഗോസിപ്പ്, ആവശ്യമില്ലാത്ത AI സൃഷ്ടി, റൂമേഴ്സ് ഇവിടെ ഇങ്ങനെ ടെലികാസ്റ്റും ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. പ്രത്യേകിച്ച് മലയാളം മീഡിയ വളരെ അഗ്രസീവാണെന്നിപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾ ഒരു മീറ്റിങ്ങിൽ വെച്ചൊരു ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയുന്നു. വൈ ഓൺലി മലയാളം മീഡിയ ഈസ് അഗ്രസീവ്? ഞാൻ പറഞ്ഞു, യുവർ എക്സലൻസി, ഫ്രം ഈച്ച് house there will be 1 or 2 people working in Gulf. That's why they want to know what happening. അപ്പോൾ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ ഗവൺമെൻറ്, ഈ GCCയിലെ ഗവൺമെൻറ് വളരെ ശക്തമായി അത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ നീണ്ടുപോയാൽ ഭക്ഷണം സാധനം എന്തായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ആരും വറി ചെയ്യണ്ട. അതിനൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ അതിൻ്റേതായ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ലുലു അഷ്വർ ചെയ്യുന്നു, അങ്ങനെ ഒരു ഷോർട്ടേജ് ഒന്നിനും ഉണ്ടാവില്ല. ഈ പരിശുദ്ധ റമദാനാണ്, മീറ്റിനൊരു ഷോർട്ടേജ് ഇല്ല, വെജിറ്റബിൾസിന് ഷോർട്ടേജ് ഇല്ല, മറ്റൊരു ഫുഡ് സ്റ്റെപ്പുകൾക്കും ഒരു ഷോർട്ടേജ് ഈ GCCയിലില്ല. അപ്പം എല്ലാ ബിസിനസ്സുകാരുടെയും ഇതേ രീതിയാണ് അവർ നമ്മളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകൾ വാട്സപ്പിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മീഡിയകളിലൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് പിടിക്കപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്തതിനെ തൊട്ട് ആ മീഡിയ തന്നെ അവർ ബാൻ ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി സ്ട്രോങ്. അതാണിപ്പോൾ അവരതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞാൻ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ സന്തോഷകരമായി ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ അന്നം കച്ചവടം ചെയ്താലും ജോലി ചെയ്താലും ആയതുകൊണ്ട് ദയവ് ചെയ്ത് ഗവൺമെൻറ് മീഡിയകളിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസ് നിങ്ങൾ മാത്രമായിരിക്കും. നമ്മളൊരു ബുദ്ധിമുട്ടിൻ്റെ നയലിലാണ്. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഭരണാധികാരികൾ, ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികൾ, കാരുണ്യവാന്മാരായ ഭരണാധികാരികൾ, ഈ രാജ്യത്തുള്ളവരെയും പുറത്തുനിന്ന് വന്നവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ഭരണാധികാരികളാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ദൈവം അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇനിയും ഈ രാജ്യത്ത് നിന്ന് നമുക്ക് അന്നം നാട്ടിലേക്ക് കിട്ടുന്ന കാശ് അയച്ച് നിങ്ങൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള സൗകര്യം ദൈവം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും റമദാൻ ആശംസകൾ. കാക്കച്ചി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിള് കാര്യമാണ്. അവിടെ ഒരു പ്രശ്നവും. ചുമ്മാ ഓരോന്ന് പടച്ചങ്ങോട്ട് വിടും. പടപ്പുകൾ എന്തെല്ലാമാണ് ഈ കാണിക്കുന്നത്. പുണ്യ റമദാൻ മാസത്തിൽ ഇഷ്ടം പോലെ തിന്നാനൊക്കെ അവരെ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കണ്ട എന്നാണ് പറയണത്. അതാണ് നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ലെന്നാണ് പറയണത്. എയർപോർട്ട് ബന്ദാക്കിയ കാര്യം നമ്മളുടെ പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഈ
എനിക്ക് തോന്നുന്നു 11 crore പീപ്പിൾ അത് കണ്ടു എന്നാണ് ധ്രുവ് റാത്തയുടെ ചാനലിൽ. അത് അത്രയും പേര് കണ്ട സാധനമാണ്. അപ്പോൾ അവിടെ പ്രശ്നമില്ലായിട്ടാണോ അങ്ങനെയൊന്ന്? പുള്ളി വീഡിയോ എടുത്തിരിക്കുന്നത് പുള്ളി നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള, അതായത് അവിടുത്തെ സിഗ്നേച്ചർ പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ആ ഒരു 7 സ്റ്റാർ ഹോട്ടൽ. അതിൻ്റെ അടുത്ത് ബുർജ് ഖലീഫായ ബുർജുൽ അറബ് അതിൻ്റെ തൊട്ടടുത്ത് വന്ന് ഇത് വീഴുന്നത് കാണിക്കുന്നുണ്ട്. അപ്പം അബദ്ധത്തിലായിരിക്കാം. യെസ്, ഓഫ് കോഴ്സ് അതിൽ 5 എണ്ണം അവർക്ക് പിടിക്കാൻ പറ്റില്ല, ബാക്കി എല്ലാം പിടിച്ചു എന്നൊക്കെയാണല്ലോ അവർ വാദിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ 5 എണ്ണം വന്ന് വീണപ്പോൾ ആ അപകടം പറ്റിയില്ലേ, ആരും മരണപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെ, സന്തോഷം. അവരത് കവർ ചെയ്തു, അവരിനി സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ആളുകൾക്ക് ഭയമുണ്ടാകാൻ പാടില്ല എന്നോ ആളുകൾ ഇത് ഡിസ്കഷൻ നടത്താൻ പാടില്ല എന്നും പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഉള്ളവർ വല്ലാണ്ട് കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ചിലർക്കൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ട് അവരത് ലൈറ്റായിട്ട് എടുക്കുന്നു. എനിവേ, അഗ്രസീവായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അഗ്രസീവായിട്ട് മലയാളം മീഡിയക്കാർ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ഇനി വേറൊരാൾ പറഞ്ഞറിയണ്ടല്ലോ, യൂസുഫ് അലിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ വീട്ടിലെ മെജോറിറ്റി ആൾക്കാർ അവിടെയാണ്. ഒരുപാട് പേര്, സ്പെഷ്യലി ഇസ്ലാമിയരെ പറയാനേ പാടില്ല, ഒരു വീട്ടിൽ ഒരെണ്ണം നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാകും. അങ്ങനെ ഉള്ള ഒരു, അതായത് ഇവിടുത്തെ മെജോറിറ്റി നമ്മളുടെ 32% വരുന്ന പോപ്പുലേഷൻ അവിടെ തന്നെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ ടെൻഷൻ അടിക്കത്തില്ലേ? അവർക്ക് അതിനെപ്പറ്റി അറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. അത് വിലക്കുന്നത് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയായിപ്പോയി. ഏതായാലും നമ്മുടെ രാജ്യക്കാരനാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഫേവറായിട്ട് സംസാരിക്കുകയല്ല, ഈ ത്രട്ടൻ പരിപാടിയും കൊണ്ട് ഇറങ്ങരുത് സാറേ. അത് ഭയങ്കര മോശമാണ്, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ധ്രുവ് റാത്തയുടെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ചെയ്ത വീഡിയോയിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങളും അവിടെ നടന്ന വ്യക്തതയോടുകൂടി ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് അവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാനാണ് ശ്രമമെങ്കിൽ ആയിക്കോട്ടെ, നടന്നോട്ടെ, ഒന്നും പറയാനില്ല. ഇനി ഹോർമൂസ് കടലിടുക്കുകളിലുള്ള ആ ഒരു ഗതാഗതം അവർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു കടലിടുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. അപ്പോൾ കടലിടുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏകദേശം ഗതാഗതം അവർ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടെയാണ് മെജോറിറ്റി ഉള്ള ഈ പറയുന്ന പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് സാധനങ്ങളെല്ലാം കപ്പൽ മാർഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അതവർ അടച്ചു വെച്ചിട്ട് ത്രെട്ട് ചെയ്യുകയാണെന്നുള്ളതിന് അതിൻ്റെ അർത്ഥം എല്ലാവരെയും അവർ പേടിപ്പിക്കുകയാണ്. എല്ലാം കൊണ്ടും മൊത്തം ലോകത്തിനെ നിശ്ചലമാക്കാനുള്ള സംഗതി അവരുടെ കയ്യിലുണ്ട് എന്ന് അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവർക്കൊപ്പം നിൽക്കുന്നത് ആരൊക്കെയാണ്? മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും പുടിനൊക്കെ എന്ത് പറഞ്ഞാലും ഇറാനൊപ്പമാണ്. കാരണം ഉക്രൈൻ യുദ്ധം വന്നപ്പം പുടിൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് ഇറാൻ്റെ കയ്യിൽ നിന്നാണ്. ഇറാൻ്റെ ഒപ്പം തന്നെയാണ് ഈ പറയുന്ന ചൈനയും. ഇനി ചൈനയുടെ കേസ് അവിടെ നിൽക്കട്ടെ, ചൈനയ്ക്കൊപ്പം നമ്മുടെ ഏറ്റവും വലിയ ജുൻജാങ് ഉണ്ടല്ല, കൊറിയൻ, പുള്ളിക്കാരനെ അവർക്കൊപ്പമാണ്. അപ്പോൾ അവരത്ര സ്ട്രെങ്ത് കുറഞ്ഞവരല്ല. ഇവർക്കിപ്പോൾ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് വേണമെന്നല്ല പറഞ്ഞത്, പക്ഷേ അറബ് രാജ്യങ്ങൾ അപ്പുറത്ത് നിൽക്കരുത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇന്ത്യക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. ഇന്ത്യൻ എക്കണോമി അവർക്ക് അടിക്കണമെന്നോ ഇന്ത്യൻ എക്കണോമി അവർക്ക് നശിപ്പിക്കണമെന്നോ അവർക്ക് താല്പര്യമില്ല. അവർക്ക് അത് ഫ്രണ്ട്ലി ഇതായിട്ട് തന്നെയാണ്. പക്ഷേ എന്തിന് ഇന്ത്യ പോയി ഇസ്രായേലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു? ഡെവിൾസ് ആണ് ബോത്ത് ഓഫ് ദം. ഇസ്രായേൽ ആയിരുന്നാലും US ആയിരുന്നാലും ഡെവിളാണ്. മാത്രവുമല്ല ഇവർ പറയുന്ന ഖമേനിക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത്. ഖമേനി ഒരു ദുഷ്ടനാണ്, അയാൾ ഭയങ്കര കുഴപ്പമാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവന്മാരോട് ഒരു ചോദ്യം. ഇവിടുത്തെ 200ഓളം വരുന്ന പെൺകുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിനെ ഇത് വെച്ച് തകർക്കുന്നു. അതിനൊരു വാഴ വന്ന് എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവന് ശാഖ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്, ബങ്കർ ഉണ്ടാക്കി ആ ബങ്കറിൻ്റെ മുകളിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ബങ്കറിലേക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ പുറത്തോട്ട് അത് ഇട്ട് കൊടുത്തു. എന്തൊക്കെ മന്ദോത്തര പറയണേ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇത് വന്ന് വീണതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്ച്വലി ഇവർക്കിടയിൽ നടന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റുകാർ. ലോകത്തെവിടെയും ഏറ്റവും ഭയപ്പെടേണ്ട ഒരു സാധനം ഒറ്റികളാണ്. നമ്മൾ പ്രാണനായി കൊണ്ടു നടക്കുന്നവർ നാളെ തിരിഞ്ഞു മാറി നമ്മളെ വെടിവെക്കും. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ഒറ്റുകാരാൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ഒത്തിരി നേതാക്കന്മാർ നമുക്കുമുണ്ട്. പഴയ ഇതൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒറ്റുകാരാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം എവിടെ പോകുന്നു വരുന്നു എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്തത്. നെറ്റ് വരെ കട്ടാക്കി ഇട്ടിട്ട് പോലും അവർ ആ റിപ്പോർട്ട് അവിടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആൾക്കാരെക്കാട്ടിൽ ഭീകരന്മാരായ ആൾക്കാരാണ് അവർക്കൊപ്പം നിൽക്കുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ആൾക്ക് തുണി പൊക്കി നോക്കി നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഈ മൊസാദിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയത്തില്ലേ? ഏറ്റവും കൂടുതൽ അവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സെയിം കാറ്റഗറിയാണ്, നമുക്ക് അതിനകത്ത് ഒന്നും പറയാനൊക്കത്തില്ല എന്നുള്ളതാണ്. ഏതായാലും അതിലേക്കൊന്നും പോകുന്ന അത്രയും ഭീകരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു തർക്കം നടക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇങ്ങനെ ഇതിനെ വെളുപ്പിക്കാൻ വരേണ്ട കാര്യമേ യൂസുഫ് അലിക്കില്ല.
ഒരു കാര്യം മനസ്സിലാക്കുക, വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വന്നോളിയും പിള്ളേരെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം, ഒരു പ്രശ്നമില്ല. എന്താണെന്നറിയാമോ, ഇത്രയും ഒരു തള്ളിച്ചയിൽ അവിടെ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഷോർട്ടേജ്, അത് മാത്രമല്ല ഒരു പ്രോബ്ലം, ബിസിനസ് ഡള്ളായി പോകും. ബിസിനസ് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഇൻകം അങ്ങോട്ട് സ്റ്റോപ്പ് ആകും. ആ ഭയം കൊണ്ടാണ് ഇതൊക്കെ വിലക്കുന്നത്. അതായത് പുള്ളിയെ തന്നെ അതിന് നിയോഗിച്ചത്. ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാർ യൂസുഫ് അലി പറയുമ്പോൾ അങ്ങോട്ട് കേൾക്കും. യൂസുഫ് അലി പറയുന്നതാണ് സത്യം നല്ലത്. ആ കമന്റിൽ വന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി, അവിടെ അനുഭവിക്കുന്നവരുണ്ടാകുമല്ലോ, എല്ലാവരും പേടിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. മാക്സിമം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഫാമിലീസിനെയൊക്കെ ദയവ് ഇത് നാട്ടിലേക്ക് അയക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് തണുത്ത ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. വിറ്റോ ചുട്ടോ കടം വാങ്ങിയോ എങ്ങനെയെങ്കിലും ഫാമിലീസിനെ നാട്ടിലേക്ക് അയക്കും. ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. മാക്സിമം സേഫ് യുവർ സെൽഫ്. അതർവൈസ് ആരും ഉണ്ടാവത്തില്ല നോക്കാനായിട്ട്. ഇവിടുന്ന് പിന്നെ അവിടുന്ന് താലിബാനിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ഫ്ലൈറ്റുകൾ വിട്ടാണൊക്കെ നുള്ളിപ്പറക്കി കെട്ടി ഓടേണ്ട ഗതികേട് വരും. എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. പിന്നെ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ മീഡിയയെ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നി യൂസുഫ് അലിക്ക, നിങ്ങൾ ഇന്ത്യയിലെ പൗരനല്ലേ, എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയും മാധ്യമ സ്വാതന്ത്ര്യത്തിനെയൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് വിലക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ഭയങ്കര ഭീകര കീചകനാണെന്ന് എനിക്ക് പറയാനുള്ളൂ, ഒന്നും പറയാനില്ല. ഇമാതിരി ബുദ്ധി ആർക്കെങ്കിലും കടം കൊടുക്കരുത് കേട്ടാ. അങ്ങനെയൊക്കെ വിലക്കുകയും അങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ മിണ്ടാതിരിക്കുന്ന ആളുകളാണോ മാധ്യമം? അങ്ങനെയാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് അവിടുന്ന് ഇൻഫർമേഷൻ അവിടെ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ പിടിച്ച് മൂക്കി കയറ്റും എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ലക്ഷം ആൾക്കാരെ അങ്ങോട്ട് ക്രോസ് ചെയ്യുമെന്നാണോ? പേടിപ്പിച്ചു കൂടെ. നിങ്ങൾ എന്താ ഫാസിസമാണോ നടത്തുന്നത്? ഫാസിസ സർക്കാരാണോ? ഇതൊക്കെ ആരെ പൂച്ചാണ്ടി കാണിച്ച് പഠിക്കുക. സത്യത്തിൽ മോശമാണ് കേട്ടോ, ഭയങ്കരമായ മോശം. മ്ലേച്ചം എന്നല്ല, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു പ്രസ്താവനയാണ് പുള്ളി നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ആക്ഷൻ എടുക്കും, നിങ്ങൾ ഉണ്ടെടുക്കും. നിങ്ങൾ ആദ്യം ആ യുദ്ധം തീർക്കാനുള്ള വഴി ആലോചിക്കുക. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന്. ഈ കാക്കാമാരുടെ ഒരേ ഒരു പ്രോബ്ലം എന്താണെന്നറിയാമോ? പൈസ ഉണ്ടാക്കുക എന്നൊരൊറ്റ ഇൻറ്റൻഷൻ. നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചോണ്ട് പോകാം. അവർക്ക് കഴിവുണ്ട്, അവർ അടിച്ചോണ്ട് പോകും. പണം മാത്രം പോരാ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ശാസ്ത്രലോകത്ത് നല്ല രീതിയിലുള്ള ഡൊണേഷൻ കൊടുക്കാൻ പറ്റുന്ന കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇറക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് പണം ഉണ്ടാക്കി വെക്കുകയല്ല. പണം കൊണ്ട് എല്ലാം നേടാന്നല്ല. പണം ബുദ്ധിയൊന്നും വാങ്ങിച്ചു ചേരത്തില്ല. ബുദ്ധിയും കൂടെ ഉള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കണം. ബുദ്ധിയുള്ള കുട്ടികളെ പഠിക്കാൻ വിടണം. അവരെ ടെക്നിക്കലി നല്ല രീതിയിലാക്കി ടാലൻ്റ് ഉള്ളവരാക്കി എടുക്കണം. പണം ഉണ്ടാക്കുക എന്നൊരൊറ്റ ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. കച്ചവടം, അതിനപ്പുറം വേറൊരു ചിന്തയില്ല. പിന്നെ ഇദ്ദേഹം ചെയ്ത ഒരു നന്മ പ്രവർത്തി, അത് ഞാൻ പറയാതെ വിട്ടാൽ എനിക്കെന്തോ, ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, ഞാൻ ഒരു 1996 കാലഘട്ടങ്ങളിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്, തലാൽ സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അത്. തലാൽ ഇപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റാണ്. അതിനകത്ത് റീസണബിൾ തന്നെയാണ്, ഇപ്പോഴും റീസണബിൾ ആയിട്ട് തന്നെയാണ് നമുക്കൊക്കെ സാധനം കിട്ടുന്നത്. പക്ഷേ ലുലു അതോടുകൂടി അങ്ങ് വളർന്ന ഉടനെ ലുലു പിന്നെ ബാക്കിയുള്ള മാളിനെക്കാട്ടിയും ഭയങ്കര വിലയാക്കി എന്നുള്ളതാണ്. കേരളക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡൊണേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അങ്ങ് മറിഞ്ഞു പോകുന്നു. ഒരു സമയം വരെ പെൺകുട്ടികൾ അദ്ദേഹം അവിടെ വെക്കത്തില്ലായിരുന്നു, വിസ കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് തോന്നുന്നു, അറിയത്തില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെൺകുട്ടികൾക്ക് വിസ കൊടുക്കുകയോ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന പരിപാടി അദ്ദേഹത്തിനില്ല. എന്നാൽ അവിടെ നിൽക്കുന്നതൊക്കെ ഫിലിപ്പൈൻസിൽ നിന്നോ ഇന്തോനേഷ്യൻസിൽ നിന്നൊക്കെ വന്ന ആൾക്കാരെ ആയിരിക്കും. അല്ലാതെ കേരളത്തിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ ഭയങ്കര വൈകളഭിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാലക്രമേണ മാറ്റങ്ങൾ വരുമല്ലോ, അനിവാര്യമായിരിക്കുമല്ലോ. പിന്നെ ഈ വിലയുടെ കാര്യവും ഫ്രീ ആയിട്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ പുള്ളി പറയണം. അയ്യോ എൻ്റെ പൊന്നടാവേ, നിങ്ങൾ എപ്പോഴാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴാണ് അങ്ങനെ ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത്? ദയവ് ചെയ്തിട്ട് ഈ യുദ്ധത്തിൻ്റെ സമാനമായ ഒരു അന്തരീക്ഷം അവിടെ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുട്ടികളെയും പെണ്ണുങ്ങളെയും ദയവ് ചെയ്ത് കയറ്റി വിടാൻ നോക്കൂ. അവരവിടെ സെക്യൂർ അല്ല എന്നോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധ്യമാവട്ടെ. കുറച്ച് ദിവസം കഴിയട്ടെ, അങ്ങ് വരാമല്ലോ. വിസയൊക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്താമല്ലോ. ഒരാഴ്ചയോ 2 ആഴ്ചത്തെ വ്യത്യാസത്തിൽ അവർ കുറച്ച് സമാധാനത്തോടു കൂടി നാട്ടിൽ വന്ന് നിൽക്കട്ടെ. അവരെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. മനസ്സിലായോ? പിന്നെ ടിക്കറ്റ് റേഷ്യൊക്കെ ഭയങ്കര കൂടുതലായിരിക്കാം, അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ പുറത്തേക്ക് വരത്തില്ലായിരിക്കാം. പക്ഷെ ഇവിടെ ഉള്ളവരുടെ ഞാൻ പറയണം, പാനിക് ആകണ്ട. നമ്മുടെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യൻ സർക്കാർ സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സപ്പോർട്ടീവായിരിക്കും. നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഉദ്ദേശ ലക്ഷ്യം തന്നെയാണല്ലോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്തിക്കും. ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്കൊന്നും ഉണ്ടാകത്തില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അവിടുന്ന് സെക്യൂറായിട്ട് വരാനുള്ള എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇതിനേക്കാൾ വലിയൊരു പാൻഡമിക് അറ്റാക്ക് അനുഭവിച്ച ആൾക്കാരാണ്. ഇതിനേക്കാൾ വലിയ പ്രളയം, ഇതിനേക്കാൾ കൊറോണ തുടങ്ങി ഇതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്തവരാണ്. ഇതും കടന്നു പോകുമെന്ന് മാത്രം മനസ്സുകൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന രീതിയിലുള്ള ആ കടലെടുക്കൊക്കെ അടച്ച സ്ഥിതിക്ക് ഇത് ഇന്നും നാളെയൊന്നും തീരുന്ന ഒരു കോലമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു കാര്യമുണ്ട്, ഇവർ ബാക്കിയുള്ളവർ ഇടപെട്ടിട്ട് ഈ US-നും ഈ പറയണ വൃത്തികെട്ടവനിക്ക് നെതന്യാഹുവിനും മൂക്ക് കയറിയിട്ടില്ല വെച്ചാൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ള തർക്കമേ വേണ്ട. അപ്പം അത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിനുള്ള പരിപാടിയാണ് ആലോചിക്കേണ്ടത്, അല്ലാതൊന്നുമല്ല. ഇനി ഈ പറയുന്ന കപ്പലുകൾ കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ട്
അവരത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നു എന്നാണ്. അല്ലാതെ ഇവരാരെയും പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിസ്സഹകരണമാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഹോർമൂസ് കടലിടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗതാഗത ഇടമാണ്. ആ പോർഷൻ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് ക്രൂഡ് ഓയിൽ വരത്തില്ല. ക്രൂഡ് ഓയിൽ വന്നിട്ടില്ല ചില പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും. നമുക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെ കണ്ടിട്ടിരുന്നുകൊണ്ട് കിണിക്കുന്ന കുറേ അവന്മാരുണ്ട്, പ്രത്യേകിച്ച് സംഘൂസുകളെ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് റിക്കവറായി വരാൻ നല്ല സമയമെടുക്കും. നമ്മളെ കാസ്റ്റിലുള്ള ആരും അതിനകത്തില്ലല്ലോ, അവിടെ മുഴുവൻ മുസ്ലിങ്ങളല്ലേ. അങ്ങനെ സമാശ്വസിക്കല്ലേ. ഈ ഫണ്ട് വരുന്നത് അവിടുന്ന് ആണെങ്കിൽ, ട്രേഡ് നടക്കുന്നത് അവിടുന്ന് ആണെങ്കിൽ, അവിടുന്ന് വരുന്ന എണ്ണ ഇവിടെ കൃത്യമായിട്ട് എത്തിയിട്ടില്ല എങ്കിൽ ഒക്കെ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ അടിത്തറയൊക്കെ നഷ്ടപ്പെട്ട് നാരം കല്ലാകും എന്നുള്ളത് തർക്കമേ വേണ്ട. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കൂ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. തുടരും വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ മാത്രമേ എന്ത് നടക്കുന്നു നടക്കുന്നില്ല നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. ഇത് ഇന്ത്യയാണ് കുട്ടികളെ, എവിടെ എഴുതിയിടൂ, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ദുബായ് ഇരുന്നുകൊണ്ട് എഴുതാനല്ലേ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഇന്ത്യയിലായിട്ട് ഇരിക്കുന്ന ഇന്ത്യൻ ചാനലുകളിലൊക്കെ എഴുതിയിടൂ, ഒരു കുഴപ്പമില്ല. ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ ജനാധിപത്യ രാജ്യത്തുള്ള പൗരന്മാരാണ്. നിങ്ങൾ പോയി ഇങ്ങനെ അടിമകളായിട്ട് നിന്നു കൊടുക്കല്ലേ. ഇങ്ങനെ പറയണേ കേട്ടോണ്ട് നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നാട്ടുകാരിൽ എത്തിക്കുക തന്നെ ചെയ്യണം. അതിന് ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കണ്ട ഒരുത്തനോ ഗുലാമായിട്ട് നിൽക്കരുത്. നിങ്ങൾ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്, ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സാണ് നിങ്ങൾ ഞങ്ങളുടെ പൗരന്മാരാണ്. നിങ്ങൾക്ക് അവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ ഇന്ത്യക്കാർ മിണ്ടാതിരിക്കത്തില്ല. അതിന് നിങ്ങൾ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. ധൈര്യസമേതം നിങ്ങൾ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തന്നെ തരിക. ആരുടെയും വരട്ടലിലോ ഇതിനകത്തോ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി സച്ച് ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഇന്ത്യ വിൽ ടേക്ക് കെയർ ഓഫ് യു. ബിക്കോസ് നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണ്. നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഈ രാജ്യത്തിൻ്റെതാണ്. ഇതിന് മുമ്പ് നടന്ന അറ്റാക്കുകൾ, ഇതിന് മുമ്പ് നടന്ന പ്രോബ്ലത്തിലൊക്കെ നിങ്ങളെ അവരെങ്ങനെ സംരക്ഷിച്ചു എന്ന് ചെറിയൊരു സ്റ്റഡി നടത്തിയാൽ മാത്രം മനസ്സിലാവും. സോ ബി ലൈക്ക് ആൻ ഇന്ത്യൻ. ആ ഇന്ത്യൻ ആയിട്ട് തന്നെ നിങ്ങൾ പെർഫോം ചെയ്യുക. അതിന് ഇങ്ങനെയുള്ള മരവൊന്തുകളെ കൊണ്ടുവന്നിരുത്തിട്ട് ഒരുമാതിരി വർത്തമാനം പറയുമ്പോൾ തോറ്റ് തുന്നമ്പാടി ഇവിടെ കയറി കുത്തിയിരിക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട്. ചങ്കുസ്ഥാനികളും അവിടെ ഉണ്ട്, അവർക്കും ഇതൊക്കെ നഷ്ടം തന്നെയാണ്. അപ്പം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക. പിന്നെ ഈ വെപ്രാളം പറഞ്ഞ് ശ്രീകണ്ഠൻ നായർ തുള്ളുന്ന കണക്കൊന്നും തുള്ളാതിരുന്ന നല്ലത്. നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ സോഫ്റ്റ് പറഞ്ഞ ഉടനെ എല്ലാവരും എന്താ സോഫ്റ്റ് പറയണം, ആളുകൾക്ക് അതൊരു ടെൻഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ്. യെസ്, ഓഫ് കോഴ്സ് യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം നരേന്ദ്രമോദിയെ ഇവിടെ കയറി ഒരുത്തം വെട്ടിയെന്ന് നോക്കി, അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ കയറി വെട്ടിയെന്ന് വെക്കുക, ഇവിടെ എന്തെന്ന് പറഞ്ഞാലും മുണ്ടും മുറുക്കി എല്ലാം കൂടെ ഇറങ്ങും. മോദിയുമായിട്ട് നമുക്ക് എന്ത് തകരാറുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് വെട്ടിയവനെ തെട്ടി ഞങ്ങൾ തിരിച്ച്, അതിൽ തർക്കമില്ല. അതങ്ങനെ ഉണ്ടാവുള്ളൂ അവരുടെ രാജ്യത്തും. അവിടെ എന്ത് പ്രശ്നവും നടന്നോട്ടെ, അവർക്ക് തമ്മിൽ എന്തോ പല ഉണ്ടാവട്ടെ, അത് പറയാൻ ഇവനൊക്കെ ആര് വിളിക്കുന്ന അങ്ങോട്ട്? അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ അവിടെ ഉണ്ടാവുമല്ലോ, അവിടെ പ്രതിപക്ഷം ഉണ്ടാവില്ല, അവർ മാനേജ് ചെയ്തോളും. ഇവനാരെ വലിയേട്ടൻ അവിടെ പോയി അങ്ങനെ വിട്ടാനായിട്ട്? അപ്പോൾ അതിന് മറുപടി അവർ കൊടുത്തു തന്നെ ആകും. അതൊരു ഇമോഷണൽ ഡിസ്ചാർജ് ആണ്, തീർച്ചയായിട്ടും അവരത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ പിന്നെ അവരൊക്കെ കാണോ? ഇറാനിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? അതുകൊണ്ടാണ് ശരിക്കൊന്ന് പഠിക്കൂ, അവരുടെ ഹിസ്റ്ററി പഠിക്കൂ. അവരങ്ങനെയാണ്, ഒരു സൂപ്പർ സ്ട്രോങ് ആണ്. അവിടെ ഇപ്പം കുഞ്ഞുകുട്ടി പരാതിനെ 10 പേരുണ്ടെങ്കിൽ 10 പേരും തോക്കെടുത്തുകൊണ്ട് ഇറങ്ങും. അതാണ് അവസ്ഥ. അവർക്ക് മുന്നോട്ടൊരു ജീവിതത്തിനെ കുറിച്ച് ചിന്ത പോലും ഇല്ല. അമ്മാതിരി സ്ട്രോങ് ആണ് അവർ. വിടുവോ? ഒരു മനുഷ്യനില്ല അവിടെ കരയാത്തതായിട്ട് ബാക്കി. അപ്പം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറുപടി എവിടെ ഉണ്ടാകും. പിന്നെ കുറച്ച് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, അവരുടെ തല മറയ്ക്കാത്തതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഓക്കെ, അത് അംഗീകരിച്ചു. അത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള ഒപ്പോസിഷൻ ഉണ്ടാകും, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ആ മനുഷ്യനെ കൊന്നു കളഞ്ഞതിന് അവർ പകരം വീട്ടില്ല എന്നല്ല. പണ്ട് രാജകുമാരനെ കൊന്നതിനാണ് സെക്കൻഡ് വേൾഡ് വാറൊക്കെ നടന്നത്. അപ്പോൾ ഈ ചരിത്രങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മളുടെ പൗരന്മാരെ അവിടെ കൊണ്ടുപോയി ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അങ്ങ് തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകും, അത് യുദ്ധത്തിലേ കലാശിക്കുള്ളൂ. അതുകൊണ്ടാണ് ഓരോ നാട്ടിലെ പൗരന്മാർ ഇവിടെ വരുമ്പോൾ റെസ്പെക്റ്റോട് കൂടി പെരുമാറണമെന്ന് നമ്മളോട് ഓരോരുത്തരും പറയണം. അതിഥി ദേവോ ഭഹ എന്നല്ല. അയാൾക്ക് എന്ത് സംഭവിച്ചാലും ആ നാടിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ നാട്ടിലെ ഒരു പൗരനെ അവിടെ വന്ന് നിൽക്കുന്നത്. ഈ സാധനം നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ പോയി ഗുലാമി കർത്താ ഹെ, ഗുലാമി നെഹി കരോ ബായ്, तुम लोग को जो आता है वो बोलो, तुम लोग को जो मालूम है वो बताओ. हम लोग को भी मालूम होना पड़ता है. तुम्हारा माँ इधर है, तुम्हारा अम्मी अब्बा सब इधर है, सब लोग को मांगता है क्या हो रहा है उधर. तुम लोग हमको खबर करो, कोई मुश्किल नहीं, कोई तुमको कुछ भी नहीं बिगाड़ेगा. जल्दी जल्दी करके तुम्हारा जो भी हो रहा है वो खबर इधर भेजो. जरूरत है. പറയുക എന്നുള്ളതാണ്. നിങ്ങളത് പറയുക, പേടിക്കാതെ പറയുക എന്നുള്ളതാണ്. സത്യമെന്നാ യൂസുഫ് അലി, സത്യം നിങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് സ്വയം വില കളയുകയാണ്. എനിക്കതേ പറയാനുള്ളൂ. സ്വന്തം വില കളയുകയാണ് ഈ ഒരു ഇതിനകത്തൂടെ പറഞ്ഞത്. അവിടെ ഉള്ളവരെ ഇൻഫർമേഷൻ ഇവിടെ എത്തിക്കണ്ടേ? ഉടനെ നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യോ അതോ ഇന്റർനെറ്റ് കട്ട് ചെയ്യോ? നിങ്ങളെന്താ ഫാസിസത്തിന് കൂട്ടി നിൽക്കുകയാണോ? എന്താണ് അവിടെ ഈ മേളിലോട്ട് പറക്കണേന്ന് നിങ്ങൾ കാണുന്നില്ലേ?
ഇത് ഈ ഒരു വർത്തമാനം പബ്ലിഷ് ചെയ്തത് ന്യൂസ് 18 ആണേ. എന്നിട്ട് അതിനകത്ത് സൈഡിൽ കൂടെ കാണിക്കുന്നുണ്ട് യുദ്ധക്കെടുതികൾ. എന്നിട്ട് പറയുന്നത് അതൊക്കെ AI ആണെന്ന്. പിന്നെ ഇതൊക്കെ AI അല്ലേ? ധ്രുവരാത്ത ഇട്ടത് AI ആണോ? അയാളുടെ ഫ്രണ്ട് കിടന്ന കാര്യം എടുത്തിട്ടത്. അപ്പോൾ അവിടെ നടന്നിട്ടുണ്ട് ഇല്ലയെന്നൊന്നും തർക്കം പറയണ്ട. ജീവഭയമുള്ളവർ ഇവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പ്ലേസിൽ കയറിയിരിക്കുകയാണ്. ഇവർക്കൊരു പ്രശ്നം വന്നാണ് പേഴ്സണൽ ജെറ്റ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരും. നമ്മളങ്ങനെയല്ല, ടിക്കറ്റ് പോലും കിട്ടത്തില്ല. അപ്പോൾ അത് കുട്ടികളെയും അമ്മമാരെയും സേഫ് ആക്കണമെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഫാമിലിയെ നാട്ടിലേക്ക് അയക്കുമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ദ റെസ്റ്റ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക, കമൻറ്റ് ഇടുക, മസ്റ്റ്.